ഹലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ ഫ്ലവേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഫ്ലവർ പഠിച്ചു, അതുപോലെ നമ്മളിത് ഈ ഒരു ഫ്ലവറൊക്കെ പഠിച്ചു, റോസ് ഫ്ലവറൊക്കെ പഠിച്ചു. ഇനി ബേസിക് സ്റ്റിച്ചസുകളും എല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഹെഡ് ബാൻഡാണ്. ഹെഡ് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 12 ചെയിൻ സ്റ്റിച്ച് കേട്ടോ. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷയോ അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചോ ഇവിടെ കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ ക്രോഷയോ പോലെ കൊടുക്കുവാണ്. ദെൻ ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, 1 സ്കിപ്പ് ചെയ്തു. ദെൻ നെക്സ്റ്റിലോട്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുവാണ്. ഞാൻ രണ്ടെണ്ണത്തിനകത്ത് കൂടെ വലിച്ചെടുക്കുവാണ്. ഓക്കെ, നമുക്കവിടെ ലോക്കായാൽ മാത്രം മതി. ഓക്കെ, അവിടെ കൊടുക്കുന്ന സ്റ്റിച്ച് ഏതായാലും കുഴപ്പമില്ല, അവിടെ ലോക്കായാൽ മതി കേട്ടോ. ഇനി നമുക്ക് 4 ചെയിൻ, 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 3 എണ്ണം സ്കിപ്പ് ചെയ്ത് നാലാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. 1 2 3. ഓക്കെ, അവിടെ നിന്നും 3 എണ്ണം സ്കിപ്പ് ചെയ്ത് ഇട്ടതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടിരിക്കുന്നത് ഈ 12 ചെയിൻ ചെയ്തതിലാണ് കേട്ടോ. ചിലർ വരുത്തുന്നൊരു മിസ്റ്റേക്ക് ഇതിലിടുക എന്നുള്ളതാണ്. ഇതിലല്ല, ഈ 12 എണ്ണം നമ്മൾ നീളത്തിൽ ചെയ്തിരിക്കണം. ഈ 12 എണ്ണത്തിലാണ് 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ചുമ്മാ ഇട്ടിരിക്കുകയാണ്, യാൺ ഓവർ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണ് വലിക്കുന്നത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് യാൺ ഓവർ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് എടുത്തു. പിന്നെ നമ്മൾ 2 എണ്ണത്തിനകത്ത് കൂടെ ആ യാൺ ഓവർ ചെയ്തിട്ട് അത് വലിച്ചെടുക്കുന്നു. അപ്പോൾ അതവിടെ ലോക്കായി. ഇതുപോലൊരു ഹോളും കിട്ടും. എഗെയിൻ 4 സ്റ്റിച്ചസ്, 1 2 3 4. ഇനി നമുക്ക് ഒരു 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 1 2. നമ്മൾ തേർഡ് വണ്ണിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോഴും നമ്മളിത് യാൺ ഓവർ ഒന്നും ചെയ്യാതെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിക്കാം. ഓക്കെ, ഇതുപോലെ വലിച്ചെടുക്കാം. 2 എണ്ണത്തിനകത്തൂടെ നമ്മൾ വലിച്ചെടുത്തു. ഓക്കെ, നിങ്ങളിത് ഈ ഒരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ വീണ്ടും 4 ചെയിൻ, 1 2 3 4. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് വണ്ണിലോട്ട്, അതായത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യാൺ ഓവർ ചെയ്തിട്ട് വലിക്കാം. ഓക്കെ, ഇപ്പം ദേ നമുക്കിവിടെ 3 ഹോൾസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 1 2 3 ബിഗ് ലൂപ്പുകൾ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും 4 ചെയിൻ ചെയ്യുക. ഇത് ഫുള്ളി ഒരേ സ്റ്റിച്ചസ് തന്നെയാണ് ഇതിൽ വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 1 2 3 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട്, ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് വലിക്കേണ്ടത്. ഓക്കെ, ഇതിലോട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇനി യാൺ ഓവർ ചെയ്തിട്ട് വലിക്കാം. യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഇനി വീണ്ടും 4 ചെയിൻ. ഓക്കെ, 1 2 3 4. ഇനി നെക്സ്റ്റ് വണ്ണിലോട്ട്, ഇപ്പം നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വലിച്ചു. ഇനി ഇതിലോട്ട്, ആ നടുവിലുള്ളതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വലിക്കാം. ഓക്കെ, ഇതവിടെ ലോക്കാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എഗെയിൻ 4 സ്റ്റിച്ച്, 1 2 3 4. ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇനി വീണ്ടും 4 സ്റ്റിച്ച്, 1 2 3 4. ഇനി നമ്മൾ ഇതിലോട്ടാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇതുപോലെ യാൺ ഓവർ ചെയ്ത് വലിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽ ചെയ്തു, ഇനി ഇതിൽ ചെയ്യും, പിന്നെ ഇതിൽ ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത റോയിൽ വരും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ് വേണ്ടത്. ഇത് കുറച്ച് നീളത്തിൽ ചെയ്തത് കാണിക്കാം.
അതെ നമ്മളിനി ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. അപ്പോൾ ഇത് ഞാനിത് കുറച്ച് നീളത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്രയാണോ ഇതിനാവശ്യമുള്ളത് ആ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊന്ന് വരച്ചിട്ട് ഇതിൻ്റെ ഒന്ന് കാണിക്കാം, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് 12 ചെയിനായിരുന്നു. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമ്മൾ ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? 4 ചെയിൻ ചെയ്തു. 1 2 3 4. എന്നിട്ട് നമ്മൾ ആ 4 ചെയിൻ ചെയ്തിട്ട് ഇവിടുന്ന് 3 സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും 4 ചെയിൻ ചെയ്തിട്ട് അതുപോലെ 2 സ്കിപ്പ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തു. വീണ്ടും അതുപോലെ ഏറ്റവും ലാസ്റ്റത്തിലോട്ട് 4 ചെയിൻ ചെയ്തിട്ട്, അതായത് ഇതൊക്കെ ഓരോ 4 ചെയിൻസ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് വീണ്ടും 4 ചെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അവിടുന്ന് 4 ചെയിൻ ചെയ്തിട്ട് ഇതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നീട് 4 ചെയിൻ ചെയ്തിട്ട് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ 4 ചെയിൻ ചെയ്ത് ഇതിലോട്ട് ഇതിലോട്ട് ഇതിലോട്ട്. ഈ രൂപത്തിലാണ് ഇത് നീണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതെങ്ങനെയാണ് ജോയിൻ ആക്കുക എന്നുള്ളത് നോക്കാം. ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഇത് ലാസ്റ്റ് വണ്ണിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ആദ്യം ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഓക്കെ, നമ്മുടെ വലിയ ത്രെഡ്. ഇനി ദെൻ അടുത്തതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. ദെൻ അടുത്തതിലോട്ടും ഇൻസേർട്ട് ചെയ്യുക. അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് വണ്ണിലോട്ടും ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. ഇതങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ചുമ്മാ കെട്ടിക്കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് യാൺ ഓവർ ചെയ്ത് വലിച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം ഓക്കെ ഇത് വലിച്ച് നീട്ടുക. വലിച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് മാറ്റുക. ഈ വലിയ ത്രെഡ് കട്ട് ചെയ്യുക. ദെൻ ഇതിവിടെ പതിയെ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ കെട്ടും കൂടെ കൂട്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഒത്തിരി ടൈറ്റായിട്ട് കെട്ടണ്ട, പതിയെ കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഫ്ലവർ വരുന്ന ഭാഗം, ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും പുറകിലോട്ട് ഇടാം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലവർ ഏതാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവർ അത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ഒന്നെങ്കിൽ ഇത് ഏറ്റവും പുറകിലാക്കാം. എന്നിട്ട് ഇതേ ഫ്ലവർ അതേ നിങ്ങൾക്ക് ഈ മുൻവശത്ത് വെച്ച് കൊടുക്കുന്ന രൂപത്തിൽ ചെയ്യാം.